ശ്രീമതി ലതയുടെ മകനാണ് രതീഷ്. രതീഷ് 100% സെറിബ്രൽ പാൾസി അവസ്ഥയിലുള്ള കുട്ടിയാണ്. അവനെ സംബന്ധിച്ച് ഈ അമ്മ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മയാണ്. ഈ കുട്ടിയുമായി വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യവും ഒപ്പം ഇവൻ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും പുറത്തു പോയി ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുകയും ഇവിടെ അടൂർ പോലീസ് നിരന്തരം ഈ അമ്മയുടെ പരാതി അപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ്റെ കുറ്റം കൊണ്ടല്ല, അവൻ്റെ മാനസിക പ്രശ്നങ്ങൾ അതിനെ മുതലെടുക്കുന്ന അവൻ്റേതായ പ്രായത്തിലുള്ള മറ്റുള്ളവർ ഇവന് ലഹരി വസ്തുക്കൾ രഹസ്യമായി കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് മുമ്പാകെ ഈ അമ്മ പരാതി സമർപ്പിക്കുകയും സാമൂഹ്യനീതി ഓഫീസർ എന്നുള്ള നിലയിൽ എന്നെ കളക്ടർ പ്രത്യേകം ചുമതലപ്പെടുത്തുകയും കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് NGO ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ആളിനെ രതീഷിനെ ഇപ്പോൾ നമ്മൾ ഒരു ഡി അഡിക്ഷൻ സെൻ്ററായ സാമൂഹ്യനീതി വകുപ്പിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഗാന്ധി ഭവൻ IRCA സെൻറ്റർ അടൂരിൽ ഇവനെ അഡ്മിറ്റ് ചെയ്ത് ഇവനാവശ്യമായ കൗൺസിലിങ് അതുപോലെ തന്നെ വിവിധ തെറാപ്പികൾ പിന്നെ ഇവൻ്റെ ഈ ഒരു ലഹരി മരുന്ന് ഉപയോഗശീലം കുറയ്ക്കുന്നതിനല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള ശാസ്ത്രീയമായ വീക്ഷണകോണിൽ നിന്നുകൊണ്ടുള്ള ഇടപെടലുകളായിരിക്കും ആ സ്ഥാപനത്തിൽ കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ഇവന് നൽകുന്നത്. അമ്മൂമ്മയൊക്കെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാറുണ്ട്, വീട്ടിലെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കാറുണ്ട്. അവൻ്റെ അമ്മയോട് പറഞ്ഞു നാളെ തന്നെ ജില്ലാ കളക്ടറിനെ പോയി കാണണം, എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ ചെന്നിട്ട് വിളിച്ചാൽ മതി, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അവർ പോയി കളക്ടറിനെ കണ്ടു. കളക്ടർ വളരെ നല്ല രീതിയിൽ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മോഹന സാറിനെ ഈ ഒരു ദൗത്യത്തിലേക്കായിട്ട് ഇങ്ങോട്ട് അയച്ചത്. അദ്ദേഹം ഈ ഒരു കാര്യം ഏറ്റെടുത്ത നാൾ മുതൽ 2 ദിവസം ആയേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ആ 2 ദിവസം കൊണ്ട് തന്നെ എന്നെ ഒരു 10-15 പ്രാവശ്യമെങ്കിലും അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സമൂഹത്തിൽ നിന്നും മാറ്റിയെടുത്ത് അവൻ്റെ കുറേ പരിമിതികളൊക്കെ മാറ്റിയെടുത്ത് വളരെ നല്ല രീതിയിൽ നല്ലൊരു ജീവിതം രതീഷിനുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.